എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ കൃഷ്ണദാസ്, കൺസൾട്ടന്റ് പൾമണോളജിസ്റ്റ്, പാലക്കാട്. ഈ ഇടയ്ക്ക് ഒരു കുട്ടിയുടെ അമ്മ എന്നോട് ചോദിച്ചിരുന്നു, അവരുടെ മകൾക്ക് ഫുഡ് അലർജി ഉണ്ട്, പീനട്ടിന്റെ അലർജി ഉണ്ട്, കുട്ടിക്ക് ഭാവിയിൽ ആസ്മ വരുമോ? അതായിരുന്നു ചോദ്യം. അതുകൊണ്ട് ഇന്ന് ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഈസ് അറ്റോപിക് മാർച്ച്. എന്താണ് അറ്റോപിക് മാർച്ച്? ഒരു കുട്ടി ജനിച്ച് അവരുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ അലർജി വരാം, അല്ലെങ്കിൽ അലർജിക് അസുഖങ്ങൾ എങ്ങനെയൊക്കെ അവരുടെ ജീവിതത്തെ ബാധിക്കാം എന്നുള്ളതാണ് ഈ അറ്റോപിക് മാർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഒരു മാർച്ച് പോലെ ഓരോ അസുഖങ്ങൾക്ക് ഒന്നിനു പുറകെ ഒന്നായി വരുന്ന ഒരു അവസ്ഥയാണ് അറ്റോപിക് മാർച്ച്. കുട്ടി ജനിച്ചൊരു 3 മാസം ആകുമ്പോൾ ആദ്യത്തെ അലർജിക് അസുഖം വരുന്നു. എന്ത്? അറ്റോപിക് ഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ ഇൻഫന്റൈൽ എക്സിമ. കുട്ടിക്ക് അതിയായ ചൊറിച്ചിലും അതിനുശേഷം പാടുകൾ വരികയും എന്നുള്ള ഒരവസ്ഥയാണ് അറ്റോപിക് ഡെർമറ്റൈറ്റിസ്. പിന്നീട് അത് കുറച്ച് കഴിയുമ്പോൾ ഔട്ട്ഗ്രോ ചെയ്യും. അതായത് കുട്ടിക്ക് ആ അസുഖം മാറും. പിന്നീട് കുട്ടിക്ക് ഫുഡ് അലർജി വരുന്നു. പാല്, മുട്ട അല്ലെങ്കിൽ പീനട്ട് അല്ലെങ്കിൽ ട്രീനട്ട് മുതലായ നട്ട്സും അല്ലെങ്കിൽ മറ്റ് മാംസം, ഫിഷ് പോലത്തെ സാധനങ്ങളെല്ലാം കുട്ടിക്ക് അലർജി വരാൻ തുടങ്ങുന്നു. സോ അതാണ് ഫുഡ് അലർജി ആയിട്ട് വരുന്നത്. പിന്നീട് ഒരു 6 വയസ്സ്, ഒരു 7 വയസ്സൊക്കെ ആകുമ്പോൾ കുട്ടിക്ക് ഫുഡ് അലർജി എല്ലാം ഇമ്പ്രൂവ് ആകും. ഫുഡെല്ലാം ഒരു 6 വയസ്സാകുമ്പോഴേക്കും എല്ലാം ഔട്ട്ഗ്രോ ചെയ്യും. പക്ഷെ പിന്നീട് ആ കുട്ടിക്ക് അലർജി റൈനൈറ്റിസ് വരുന്നു. അതായത് മൂക്കടപ്പ്, വിട്ടുമാറാത്ത തുമ്മൽ, ചൊറിച്ചിൽ ഇതെല്ലാം വരുന്നു. സോ കുറച്ച് കഴിയുമ്പോൾ ഇത് ആസ്മയായിട്ടും വരുന്നു. ശ്വാസതടസ്സവും വീസിങ്ങും എല്ലാമായിട്ട് ആസ്മയായിട്ട് വരുന്നു. സോ ഇത് എല്ലാ കുട്ടികൾക്കും വരുന്നില്ല. സോ ചില അലർജിയുള്ള കുട്ടികൾക്ക്, അതായത് ജനറ്റിക് ആയിട്ടുള്ള ഇതുണ്ട്, പ്രീഡിസ്പോസിഷൻ ഉണ്ട്, പ്ലസ് എൻവിറോൺമെന്റ് ഫാക്ടേഴ്സ്, നമുക്ക് ചുറ്റുമുള്ള അന്തരീക്ഷ ഫാക്ടേഴ്സും കൂടി, അതായത് പൂമ്പൊടി, മറ്റ് അലർജൻസ്, വീട്ടിലുള്ള പെറ്റ്സ്, ഇവയുടെ എല്ലാം അലർജൻസ് എല്ലാം കൂടി ചേർന്ന് ഇൻഫ്ലുവൻസോട് കൂടിയാണ് കുട്ടിക്ക് ഈ എല്ലാ മാർച്ചും ഉണ്ടാവുക. സോ എല്ലാ കുട്ടികൾക്കും ഈ അസുഖങ്ങളെല്ലാം വരണം നിർബന്ധം ഇല്ല. ചില കുട്ടികൾക്ക് എല്ലാ അസുഖങ്ങളും വരാം. ചില കുട്ടികൾക്ക് ഫുഡ് അലർജി മാത്രം വരാം. ചിലർക്ക് അത് പിന്നീട് ആസ്മയായി മാറാം. സോ വളരെ നേരത്തെ കണ്ടെത്തുകയാണെങ്കിൽ നമുക്കിത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. സോ എന്തൊക്കെ അലർജൻസ് ആണെന്ന് കണ്ടുപിടിച്ച് അത് ഐഡന്റിഫൈ ചെയ്ത് മാറ്റി വയ്ക്കുന്നതിനനുസരിച്ച് കുട്ടിയുടെ ആസ്മയിലോട്ടുള്ള പ്രോഗ്രഷൻ നമുക്ക് തടയാൻ സാധിക്കും. ഫുഡ് അലർജിയുള്ള കുട്ടിക്ക് ഭാവിയിൽ ആസ്മ വരുമെന്ന് ചോദിച്ചാൽ വരാനാണ് സാധ്യതകൾ കൂടുതൽ. പക്ഷേ നമ്മൾ നേരത്തെ തന്നെ അവരുടെ അലർജൻസ് എല്ലാം തിരിച്ചറിഞ്ഞ് അത് പ്രിവെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആസ്മ വരുന്നത് തടയാൻ സാധിക്കും. താങ്ക് യു.